ഇനി എത്ര നരച്ച മുടിയും കട്ടക്കറുപ്പാക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതി. നമ്മുടെ അടുക്കളയിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു സൂത്രം ഉണ്ടെങ്കിൽ ഈ നമ്മുടെ മുടീനെ നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാനും താരം പോകാനും മുടി ആർത്തി കേൾക്കാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി കിടക്കാച്ചി സൂത്രമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചെറിയ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അപ്പമൊക്കെ ചൂടുന്ന ചട്ടി കാണുമല്ലോ അതാണെങ്കിലും മതി കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ, അത് 2 ടീസ്പൂൺ അടുപ്പിച്ച്, അത് കറക്റ്റ് 1 ടീസ്പൂണാണ് കേട്ടോ. അത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച മഞ്ഞൾപ്പൊടി, അല്ല നമ്മുടെ പാക്കറ്റിൽ മേടിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കരുത്. അങ്ങാടിക്കടയിൽ നിന്ന് പൊടിച്ച മഞ്ഞൾപ്പൊടി കിട്ടും, അത് വേണം നമ്മൾ എടുക്കാൻ. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ റോസ്റ്റാക്കി നല്ല കരിച്ച് ഇത് എടുക്കണം കേട്ടോ. ഒരുപാട് കരിഞ്ഞു പോകരുത്, അല്ലാത്ത രീതിയിൽ കരിച്ചെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി റിസൾട്ടാണ്. മുടി നല്ലപോലെ കിളുക്കാൻ സഹായിക്കും. നമ്മുടെ മഞ്ഞൾ പൊടി നമ്മുടെ മുടീനെ കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല താരൻ പോലെയുള്ള ഉണ്ടെങ്കിൽ ചൊറിച്ചിൽ, അലർജി ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ സഹായിക്കുന്നതാണ് മഞ്ഞൾ പൊടി. പിന്നെ നെല്ലിക്കാപ്പൊടിയുടെ ഔഷധ ഗുണങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മുടി നല്ലപോലെ കിളുക്കാനും അതുപോലെ ആർത്ത് കിളുക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടൽ മാറാൻ, പേൻ കുറയാൻ, അതുപോലെ നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ട് മുടി വളർന്നു വരുന്ന മുടി പോലും നല്ല രീതിയിൽ കറുപ്പാക്കി കിട്ടാനും സഹായിക്കുന്നതാണ് നെല്ലിക്കാപ്പൊടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതേ രീതിയിൽ കണ്ട നല്ലപോലെ റോസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക, പിന്നെ അത് കുറച്ചിട്ട് കൊടുത്തിട്ട് വേണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇതേ രീതിയിൽ നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മുടെ നെല്ലിക്കാപ്പൊടിയും നമ്മൾ നല്ല രീതിയിൽ തന്നെ കരിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാണിച്ചു തരാൻ കണ്ട് ഇതേ രീതിയിൽ നല്ലപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രം ഇത്രയും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തോരം മുടിയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് നെറ്റിയുടെ സൈഡ്, നെറ്റിനരയാണ് കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നെറ്റിനരയിലെ മുടി, നെറ്റിയുടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഹെയറൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നരം മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലൊക്കെ 1 ടീസ്പൂണാണ് ആ പൊടി ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് കണ്ട് നല്ല ഒരു അരിച്ചെടുക്കൊന്നും വേണ്ട, നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവണക്കണയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ ഇല്ലാത്ത കണ്ട് നമ്മൾ വീട്ടിൽ തലമുടിയിലേക്ക് യൂസ് ചെയ്യുന്ന ഏതെണ്ണയാണ് അതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ കുറച്ച് ഭാഗം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഞാൻ കാണിച്ചത്. അപ്പോൾ ഒരു തിളക്കാർന്ന മിനുസം പോലെയാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത്. ഇത് നമ്മുടെ മുടിയിൽ ചെറിയ ചെറിയ ഹെയറുള്ള നരച്ച ഭാഗങ്ങളിലൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ നമ്മുടെ കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് ഇരിക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. പിന്നെ സോപ്പിട്ട് കഴുകുക ചെയ്യരുത്. നിങ്ങൾ നമ്മൾ വീര്യം കുറഞ്ഞ ഷാമ്പുവോ അല്ലെങ്കിൽ താളിപ്പൊടിയോ ഇട്ട് വേണം ഇത് നമ്മൾ കഴുകി കളയാനും. അപ്പോൾ നിങ്ങൾ ഡെയിലി ആണെങ്കിൽ നിങ്ങൾ എണ്ണയ്ക്ക് പകരം ഈ പൊടിയിലേക്ക് എണ്ണ കൂടുതൽ ഒഴിച്ച് നിങ്ങൾ എണ്ണ നമ്മുടെ മഞ്ഞളെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതായത് ഈ രീതിയിൽ നിങ്ങൾ മഞ്ഞൾ ഇങ്ങനെ ആക്കിയിട്ട് മഞ്ഞളും കരിഞ്ജീരകം അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയൊക്കെ ആയിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുകയാണെങ്കിലും മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല തിളക്കമാർന്നതായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടുന്നത്. ഇത് നമ്മുടെ മുടി പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുടി തഴച്ച് വളരുകയും മുടി നല്ല കറുത്ത് തിളങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കയ്യിലും വെള്ളത്തിൽ മുക്കിയിട്ട് പോലും അങ്ങനെ പെട്ടെന്ന് കയ്യിൽ നിന്നും പോകുന്നില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തുമില്ല കേട്ടോ. കയ്യിൽ കറ പിടിക്കത്തില്ല, നമ്മുടെ മുടിയിൽ അത് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വെള്ളത്തിലൊന്ന് കഴുകി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.